Hello everyone, welcome to today's video. Today I am going to discuss impedance. Last section pure resistor, inductor, capacitor analysis nammal kandu. Adile we have derived V equal to IR for pure resistor, V is equal to I into J omega L for inductor, and for capacitor V equal to I divided by J omega C. And from these three equations I am going to write a general form as V by I is equal to R, V by I is equal to J omega L, and V by I is equal to 1 by J omega C. ഇവിടെ നമുക്ക് മൂന്ന് equations similar to Ohm's law in phasor form നമുക്ക് കിട്ടി. ഫേസർ ഫോം എന്ന് പറയാൻ കാരണം ഇവിടെ വി ആൻഡ് ഐ എന്ന് പറയുന്നത് ഫേസർ ക്വാണ്ടിറ്റീസ് ആണ്, ഫേസർ വോൾട്ടേജ് ആൻഡ് ഫേസർ കറൻറ്റ്, റൈറ്റ്? ആൻഡ് ഈ ഇക്വേഷൻസിനെ നമ്മളൊരു ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് വി ബൈ ഐ ഈസ് ഈക്വൽ ടു സെഡ്, and here Z is a frequency dependent quantity measured in ohms, which is nothing but our impedance, right? Impedance. Thus we can define impedance as the ratio of phasor voltage to phasor current, or we can say it is the resistance offered, not the resistance, it is the opposition offered to the flow of AC current. Is the opposition offered to the flow of AC current in a AC circuits. Okay, AC circuits എന്ന് പറയാൻ കാരണം ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് സിനുസോയിഡലി വാരിയിങ് നേച്ചർ ആയിരിക്കും, റൈറ്റ്? ഇവിടെ ഇംപീഡൻസിനെ നമ്മൾ ഫേസർ വോൾട്ടേജ് ആൻഡ് ഫേസർ കറണ്ട് ഒരു റേഷ്യോ ആയിട്ട് പറയുമെങ്കിലും ഇംപീഡൻസിനെ നമ്മൾ ഒരിക്കലും ഒരു ഫേസർ ക്വാണ്ടിറ്റി ആയിട്ട് പറയില്ല. ബിക്കോസ് ഈ ഇംപീഡൻസ് എന്ന് പറയുന്നത് ഒരു സിനുസോയിഡലി വാരിയിങ് ക്വാണ്ടിറ്റി അല്ല. അതുകൊണ്ട് തന്നെ സെഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു ഫേസർ ക്വാണ്ടിറ്റി എന്ന് പറയില്ല. ബട്ട് വെറാസ് വിയും ഐ ഇവിടെ ഫേസേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് നൗ ഈ ഫേസർ ഈ ഇംപീഡൻസ് എന്ന് പറയുന്ന സെഡ് ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിനെ റെക്റ്റാങ്കുലർ ഫോമിൽ ജനറലി നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. റെക്റ്റാങ്കുലർ ഫോമിൽ, അതായത് ഈ കേസിൽ ഇതിൻ്റെ റിയൽ പാർട്ട് ഓഫ് സെഡ് ഈസ് നത്തിങ് ബട്ട് ആർ, വിച്ച് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്, ആൻഡ് ഇറ്റ്സ് ഇമാജിനറി ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു റിയാക്റ്റൻസ്. റിയൽ പാർട്ടിനെ റെസിസ്റ്റൻസ് എന്നും ഇമാജിനറി പാർട്ടിനെ റിയാക്റ്റൻസ് എന്നുമാണ് ഈ റെക്റ്റാങ്കുലർ ഫോമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് ക്വാണ്ടിറ്റീന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇനി ഈ കേസിൽ പ്യുവർ ഇൻഡക്ടറിൻ്റെയും പ്യുവർ കപ്പാസിറ്ററിൻ്റെയും കേസിൽ നമുക്ക് ഇമാജിനറി ടേം മാത്രമേ ഇവിടെ ഉള്ളൂ. ഓർ വി ക്യാൻ സേ ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇംപീഡൻസ് ഓഫ് പ്യുവർ ഇൻഡക്ടർ എന്ന് പറയുന്നത് ജെ ഒമേഗ എല്ലും ഇംപീഡൻസ് ഓഫ് പ്യുവർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 1 ബൈ ജെ ഒമേഗ സി ആണ്. ഈ 1 ബൈ ജെ ഒമേഗ സിനെ നമുക്ക് മൈനസ് ജെ ബൈ ഒമേഗ സി എന്നും റെപ്രസെൻ്റ് ചെയ്യാം ഇഫ് വി ടേക്ക് ദിസ് ജെ ടു ന്യൂമറേറ്റർ. ഓക്കെ, ഇനി ഇംപീഡൻസ് ഓഫ് ഇൻഡക്ടർ ഈസ് ഈക്വൽ ടു ജെ ഒമേഗ എൽ, impedance of capacitor is equal to 1 by j omega c. ഇനി നമ്മൾ ഈ ഇമാജിനറി ടേം കളയുകയാണെങ്കിൽ ഇമാജിനറി ടേമിൻ്റെ ജെ റിമൂവ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ഈസ് നത്തിങ് ബട്ട് അവർ റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എക്സ് എൽ ഇസ് ഈക്വൽ ടു ഒമേഗ എൽ, ആൻഡ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ സി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എക്സ് ആണ്, അതായത്
ഈ എക്സിൻ ഈ ജെ ടേമിൻ്റെ കോഎഫിഷ്യൻറ്റിനെയാണ് റിയാക്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിച്ച് ഈസ് നത്തിങ് ബട്ട് അവർ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഈ പ്ലസ് എന്ന വാല്യൂ നമുക്ക് നെഗറ്റീവും കിട്ടും. ഈ ഓൾവേസ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഓൾവേസ് ഇവിടെ പ്ലസ് ആവണമെന്നില്ല, നെഗറ്റീവായിട്ട് നമുക്ക് കിട്ടും. പ്ലസ് ആണെങ്കിൽ നമ്മളിതിനെ ഇൻഡക്റ്റീവ് ഇമ്പിഡൻസ് അല്ലെങ്കിൽ ലാഗിങ് ഇമ്പിഡൻസ് എന്നാണ് പറയാം. ലാഗിങ് എന്ന് പറയാൻ കാരണം ഫോർ ആൻ ഇൻഡക്റ്റർ current always lags behind voltage, and this is R minus Jx means capacitive impedance or leading impedance. Leading means current always leads voltage in capacitive circuits. Okay, and ഈ ഇംപീഡൻസിനെ ഇവിടെ റെക്റ്റാങ്കുലർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഇഫ് വി ആർ റെപ്രസെൻറ്റിംഗ് വിത്ത് in polar form, then it is equal to mod z angle theta, and this is similar to our rectangular form r plus jx, so we can write its modulus or its magnitude is equal to square root of r square plus x square, and its argument theta is equal to tan inverse x by r. Or in another way we can write r is equal to mod z cos theta, x is equal to reactance, x is equal to mod z sin theta. Okay, ഇത് പോളാർ ഫോമിലുള്ള റെപ്രസെൻറ്റേഷൻ ആൻഡ് ദിസ് ഇസ് ഇൻ ദി റെക്റ്റാങ്കുലർ ഫോം. ഓക്കെ, നെക്സ്റ്റ് അഡ്മിറ്റൻസ്. അഡ്മിറ്റൻസ് നമുക്ക് സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എങ്കിലും അഡ്മിറ്റൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അഡ്മിറ്റൻസ് യൂഷ്വലി നമ്മൾ y എന്ന ലെറ്റർ യൂസ് ചെയ്താണ് റെപ്രസെൻറ്റ് ചെയ്യുക, വിച്ച് ഈസ് നത്തിങ് ബട്ട് 1/z. റെസിപ്രോക്കൽ ഓഫ് ഇംപീഡൻസ് ഈസ് അഡ്മിറ്റൻസ്. റെസിപ്രോക്കൽ ഓഫ് ഇംപീഡൻസിനെയാണ് നമ്മൾ അഡ്മിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംപീഡൻസ് റെക്റ്റാങ്കുലർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്ത പോലെ അഡ്മിറ്റൻസിനെയും നമുക്ക് റെക്റ്റാങ്കുലർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ജനറലി വി റെപ്രസെൻറ്റ് അഡ്മിറ്റൻസ് ലൈക്ക് G plus JB, where G is equal to conductance and B is equal to susceptance. B is equal to susceptance, right? And this is nothing but 1/r plus jx. ഈ കോംപ്ലക്സ് ടേമിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക്, നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ കോംപ്ലക്സ് ടേം അവോയ്ഡ് ചെയ്യാനായിട്ട് ന്യൂമറേറ്ററിലേക്ക് എടുക്കുകയാണെങ്കിൽ r minus jx plus divided by r square plus x square. That means G is equal to r divided by r square plus x square, or we can say B equal to minus x divided by r square plus x square. സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കേണ്ട കാര്യമില്ല. നമുക്ക് അഡ്മിറ്റൻസ് എന്താണെന്ന് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് take the reciprocal of impedance, that is nothing but admittance. Parallel circuits വരുമ്പോൾ അഡ്മിറ്റൻസ് കണ്ടുപിടിക്കാനായിരിക്കും ഈസി. സീരീസ് സർക്യൂട്ടിലാണ് നമ്മൾ മോർ പ്രിഫറബിളി ഇംപീഡൻസ് എന്ന ടേം യൂസ് ചെയ്യുക. പാരലൽ സർക്യൂട്ടിൻ്റെ കേസിൽ അഡ്മിറ്റൻസ് ആയിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇംപീഡൻസിൽ നിന്ന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. In this question, find V of t and I of t in the circuit shown in figure. ഈ സർക്യൂട്ടിലെ I of tയും V of t ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. I of t is nothing but the current passing through the series circuit, and V of t is nothing but the voltage across the capacitor. So we have Vs is equal to 10 cos 4t. Vs is equal to 10 cos 4t. From that we get omega equal to 4 radian per second, right? And ഇവിടെ നമുക്ക് ഓംസ് ലോ വെച്ചിട്ട് I is equal to what?
വി ബൈ ആർ ആണ്. ഇവിടെ നമ്മൾ ആർ എന്ന റെസിസ്റ്റൻസ് എന്ന ടേമിനെ നമ്മൾ ഇംപീഡൻസ് ആയിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഫേസർ നമ്മൾ ഇംപീഡൻസ് ഡിറൈവ് ചെയ്തപ്പോൾ പറഞ്ഞു വി ബൈ ഐ റേഷ്യോ ഓഫ് ഫേസർ വോൾട്ടേജ് ആൻഡ് ഫേസർ കറൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇംപീഡൻസ് ആയിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അതിനെ നമുക്ക് ഓംസ് ലോ ഇൻ ഫേസർ ഫോം എന്നും ജനറലി പറയാം. അതായത് I is equal to V by Z, and here what is V? V is equal to ഈ VSനെ നമ്മൾ ഫേസർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ V equal to 10 angle 0. There is no phase term. Phase is 0 over here. That is 10 angle 0 divided by, and what is Z? What is Z? 5 is a resistor and this is a capacitor. We can't add these two values just simply. Why? Because 5 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസും ഇതിൻ്റെ ഇവിടെ യൂണിറ്റ് ഓം ആണ്, ഇവിടെ യൂണിറ്റ് ഫാരഡ് ആണ്. ഈ ഫാരഡ് എന്ന കപ്പാസിറ്ററിൻ്റെ വാല്യൂവിനെ നമുക്ക് ഓമിലോട്ട് കൺവേർട്ട് ചെയ്യണം, അതായത് നമ്മുടെ ഇംപീഡൻസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആൻഡ് വി നോ ദ ഇംപീഡൻസ് വാല്യൂ ഫോർ എ കപ്പാസിറ്റർ ZC ഈക്വൽ ടു 1 by J omega C. Substitute the values directly. 1 divided by J into what is omega is 4, and what is C? 0.1 farad, which is equal to 1 divided by J into 0.4, which is nothing but minus 2.5 J, minus 2.5 J. So we can say R plus 1 by J omega C, which is equal to 5 plus 1 divided by J 0.4, or we can write 5 minus J into 2.5 is the value for say. Substitute the value over here. 5 minus J 2.5. ഈ ഡിനോമിനേറ്ററിലെ കോംപ്ലക്സ് ടേം കളയാനായിട്ട് I is equal to 10 angle 0 divided by 5 minus J 2.5 into 5 plus J 2.5 divided by 5 plus J 2.5, and we will get the value as 1.6 plus J 0.8 ampere, or we can write in phasor form as 1.789 angle 26.56 degree. Next, we have to calculate the value for voltage. As per Ohm's law, V is equal to I into R. Now we know the value of I, and resistance is replaced by impedance. And what is the value of impedance? We know this. Okay, just directly substitute the values. V is equal to I into ZC. That is, I is what? 1.789 angle 26.56 divided by J omega C. J into omega is 4 into 0.1, and which is equal to 1.789 angle 26.56 divided by J is nothing but 1 angle 90 degree, 0.4 angle 90 degree, and the value is nothing but V in phasor form. V equal to 4.47 angle minus 63.53 degree. 63.53 degrees. These two values we get in the phasor form, right? And now we have to convert into the time domain. Time domain corresponds to cosine values. Let's have a look on this. So
I am going to convert our phasor values to corresponding values in time domain, which is nothing but 1.789 cos omega t cos 40 plus 26.56 degree. Okay, and here it is 4.47 cos 40 minus 63.53 degrees. So this is the required answer. Just simply substitute what is z equal to 1 by j omega c, or if it is an inductor, z equal to j omega l. നമ്മൾ നോർമലി ഒരു സീരീസ് സർക്യൂട്ടിൽ സീരീസ് റെസിസ്റ്റൻസിൻ്റെ ഇക്വാലൻസ് കാണുന്നത് പോലെ തന്നെ ഇവിടെ ഈ ഒരു ഇംപീഡൻസ് വാല്യൂവിനെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇമാജിൻ ചെയ്യാം. അപ്പം കുറച്ചും കൂടി ഈസി ആയിരിക്കും, റൈറ്റ്? Okay, so I hope this part is clear to you. We will meet with another lecture in the next video. Thank you.